പത്രികാ സമർപ്പണം തുടങ്ങുമ്പോൾ വാക് പോരാട്ടത്തിൽ LDFും UDFും തന്നെ നേർക്കുനേർ. തന്നോടുള്ള സുധീരൻ്റെ സ്നേഹരോഗത്തിൽ ആർത്ത് പരിഹസിച്ച് VS. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കൂട്ടാളികളും സുധീരനെ മൂലയ്ക്കൊതുക്കിയിരിക്കുന്നു. UDF എന്ന തരികിട സർക്കസ് കമ്പനിയിൽ മാത്രമാണ് സുധീരനെന്നും VS. ധർമ്മടത്ത് തന്നെയും മറ്റു മന്ത്രിമാരെയും പൊരിച്ച VSനെതിരെ ഫേസ്ബുക്കിൽ കുത്തിനോക്കുകയാണ് ഉമ്മൻചാണ്ടി. എന്നാൽ അഴിമതി കേസിലെ എണ്ണം പറഞ്ഞുള്ള ചോദ്യങ്ങൾക്ക് ഉമ്മൻചാണ്ടിക്ക് മറുപടിയില്ല. ഇതിനിടയിൽ സംസ്ഥാന രാഷ്ട്രീയ പോരാട്ടത്തിൽ BJPക്ക് ഇന്ന് പുതുതായി ഒന്നും പറയാനുമായില്ല. LDF ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് UDFന് മറുപടിയുണ്ടോ? അഴിമതിയും മദ്യനയവും വർഗീയതയും തന്നെയാകുമോ തുടർന്നുള്ള ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയങ്ങൾ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ AA ഷുക്കൂർ, BJPയുടെ പ്രതിനിധിയായി ശ്രീ TG മോഹൻദാസ്, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവർ. ചർച്ചയിലേക്ക് ശ്രീ AA ഷുക്കൂർ, LDF നിങ്ങളുടെ ഭരണകാലഘട്ടത്തിലെ അഴിമതിയുടെ പ്രശ്നങ്ങളും മദ്യം ഉൾപ്പെടെയുള്ള കാര്യത്തിലെ നിങ്ങളുടെ നയങ്ങളും എണ്ണി പറഞ്ഞ് നിങ്ങളോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ജനങ്ങളോട് ഇതൊക്കെ വിശദീകരിച്ച് രാഷ്ട്രീയ പ്രചരണം തുടരുകയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തുടങ്ങുന്ന ദിവസവും ഈ രീതിയിലുള്ള പ്രചരണമാണ് LDFിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്നാൽ UDF നേതാക്കൾ ഉമ്മൻചാണ്ടിയും VM സുധീരനും ഉൾപ്പെടെയുള്ളവർ ഈ നേതാക്കളെ വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ ഒന്ന് കുത്തിനോക്കാമോ എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിലും മറ്റും പ്രചരണം നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് കടക്കാതെ ഈ രീതിയിൽ നിങ്ങൾ പ്രചരണ രംഗത്ത് മുന്നോട്ട് പോകുന്നത്? ലാലെ, സത്യസന്ധമായി നമുക്കിതെല്ലാം വിലയിരുത്തപ്പെടണം. ഈ LDFിൻ്റെ മദ്യനയം പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ആ മദ്യനയത്തിൽ LDFിനുള്ളത്. സീതാറാം യെച്ചൂരിക്കുള്ള അഭിപ്രായമല്ല മദ്യനയം സംബന്ധിച്ച് പിണറായി വിജയനുള്ളത്. ഏറ്റവും ഒടുവിൽ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു മദ്യഷാപ്പും തുറക്കില്ല എന്നാണ്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണനും ശ്രീ പിണറായി വിജയനും പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാകട്ടെ, ഉണ്ടാക്കിക്കഴിഞ്ഞ് പറയാം. യെച്ചൂരി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട്. മാത്രവുമല്ല, യെച്ചൂരിക്ക് ഇന്ന് അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ചില കമൻസ് പോയി. അച്യുതാനന്ദൻ്റെ വളരെ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അച്യുതാനന്ദനും യെച്ചൂരിയും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പിണറായിയും കോടിയേരിയും. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ കുത്തി നോവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്ന് വല്ല കാര്യവും. ശ്രീ A ഷുക്കൂർ, നിങ്ങൾ ഈ മദ്യകാര്യത്തിൽ പറയുന്ന ഇത്തരത്തിലൊരു വ്യത്യസ്തമായ സമീപനം ഇടതുപക്ഷ നേതാക്കൾക്കുണ്ടോ എന്നുള്ളത് അവരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും അതിന് വ്യക്തമായ ഉത്തരം അവർ പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ VS ഉൾപ്പെടെയുള്ള നേതാക്കൾ, പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഈ കാര്യത്തിൽ LDFിൻ്റെ നയം പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾ മറുപടി പറയുന്നില്ല. ഇപ്പോഴും അപ്പുറത്ത് പ്രശ്നമുണ്ടോ, വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് തന്നെ നിങ്ങൾ നോക്കി നിൽക്കുന്നു. അവർ മറുപടി പറഞ്ഞിട്ടും അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരമില്ലാതെ പോകുന്നത്? ഈ അഴിമതി സംബന്ധിച്ചുള്ള കാര്യം തന്നെ നമുക്കെടുക്കാം. ഈ ഗവൺമെൻറ് നിഷ്ക്രിയത്വത്തിൻ്റെ തടവറയിലുള്ള ഒരു ഗവൺമെൻറ് അല്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ പോലെ 4.25 വർഷക്കാലവും ഒന്നും ചെയ്യാതിരുന്ന് 3 മാസം കൊണ്ട് ചിലത് ചെയ്ത് അധികാരത്തിൽ വരാൻ വേണ്ടി വെമ്പൽ കാണിച്ച ഒരു ഗവൺമെൻറ്റിനെ പോലെ അല്ല. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ നാട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. വമ്പൻ വികസന പദ്ധതികൾ ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മുടെ ചെറുതും വലുതും നടന്നിട്ടുണ്ട്. ഇതിലെല്ലാം അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം ഒരു ഭാഗത്തുണ്ടായിരുന്നു. അതിൻ്റെ തോതും കാര്യങ്ങളുമെല്ലാം ജനങ്ങൾ സംസാരിച്ചു തുടങ്ങി. ജനങ്ങളുടെ ഇടയിൽ അത് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അനുകൂലവുമുണ്ട്. പക്ഷേ ആ അഴിമതിയോ അത്തരം ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചതും അല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടതും കാര്യങ്ങൾ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്.
നിങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അഴിമതി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു വലിയ സംഭവമായി മാറുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ അതിനകത്തുള്ളത് ഞാൻ പറയാം, ലാവ്ലിൻ കേസായാലും ചക്കട്ടപ്പാറ ആയാലും അതുപോലെ മെർക്കിസ്റ്റൺ ഭൂമി ഇടപാടായാലും ടോട്ടൽ ഫോർ യു തട്ടിപ്പായാലും ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഈ LDF ഗവൺമെന്റ് ശ്രീ ഷുക്കൂർ, അത് LDF ഭരണകാലഘട്ടത്തിൽ നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും ജനങ്ങൾ അതൊക്കെ വിലയിരുത്തുകയും LDFന് പറയാനുള്ളതൊക്കെ അവർ പറയുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ ഭരിച്ചപ്പോഴുണ്ടായ തർക്കങ്ങളെക്കുറിച്ച് നിങ്ങൾ പഴയ കഥകൾ വീണ്ടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ചെറുതാണ്, വലിപ്പം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചർച്ച ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ മറുപടി പറയണ്ടേ? അത് പറയാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ വ്യക്തിപരമായ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്നത് എന്നതായിരുന്നു ചോദ്യം. പെട്ടെന്ന് മറുപടി പറയാമെങ്കിൽ. ഇല്ല, ഒരവസരം കൂടി, ഒരു കാര്യം കൂടി പറയട്ടെ. ഞങ്ങൾ നടത്തിയ ആക്ഷേപങ്ങളും ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ, അന്നത്തെ മെർക്കിസ്റ്റൺ ഭൂമി, മൂന്നാർ തട്ടിപ്പ്, മൂന്നാറിൽ നടന്ന കുഴപ്പം, ഇപ്പോൾ കോടതി വിധി, ചക്കിട്ടപ്പാറ, ലാവ്ലിൻ, ഇതിന് ശേഷം നടന്ന ഏത് തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്? ഒന്ന് ലാലൊന്ന് പറ. അതിനുശേഷം നടന്ന ഏത് തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്? അതിനുശേഷം നിങ്ങളുടെ സർക്കാരിനെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതേ ഉള്ളൂ. ഏതെങ്കിലും നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതല്ല ഒരു സർക്കാരിന്റെ വിലയിരുത്തൽ. അത് നിങ്ങൾ രാഷ്ട്രീയമായി പറയുമെങ്കിൽ കൂടി ഞാൻ തിരിച്ചു വരാം. ശ്രീ ആനന്ദൻ, ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ പ്രചരണത്തിൽ ആരാണ് മുന്നിൽ എന്ന ഒരു അന്വേഷണത്തിലൂടെയാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. അവിടെ നിങ്ങളുടെ നേതാക്കളും നിങ്ങളുടെ മുന്നണിയും ഒക്കെ പ്രചരണ രംഗത്ത് ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കൃത്യമായി UDF പറയുന്നുണ്ടോ, അതോ അവരുടെ മറുപടി ഏത് രീതിയിലാണ് നിങ്ങൾ വായിച്ചെടുക്കുന്നത്? ഈ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒന്നിനും മറുപടി പറയാൻ കഴിയാത്ത UDF മദ്യം ബാറ് തുറക്കുമോ അടയ്ക്കുമോ, ബാറ് തുറക്കുമോ അടയ്ക്കുമോ എന്ന് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. കേരളത്തിലെ 3.25 കോടിയിലധികം വരുന്ന മലയാളികളിൽ 10% താഴെ വരുന്ന മദ്യം ഉപയോഗിക്കുന്നവരുടെ പ്രശ്നം മാത്രമാണോ 99% ജനങ്ങളുടെയും ജീവിത പ്രശ്നങ്ങളിൽ അട്ടർ ഫെയിലുവറായ ഒരു മുന്നണി, ഒരു ഗവൺമെൻറ് അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബാറ് തുറക്കുമോ അടയ്ക്കുമോ എന്ന് ചോദിച്ചിട്ട് നടക്കുന്നത്? ഇവിടെയുള്ള കേരളീയരെല്ലാം മദ്യപാനികളൊന്നും അല്ല. ഞാൻ ചോദിക്കട്ടെ, കൃഷിക്കാരുടെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് തെല്ല് പരിഹാരം കാണാൻ കഴിഞ്ഞോ? റബ്ബർ കൃഷിക്കാരൻ്റെ കട്ടപ്പുകയായി, നാളികേര കൃഷിക്കാരൻ പോയി, നെൽകൃഷിക്കാരൻ കൊയ്ത നെല്ല് പാടത്തിൻ്റെ കരയ്ക്കിട്ടിട്ട് മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ പൊള്ളുന്ന ചൂടുകാലത്ത് പോലും എടുത്ത നെല്ലിൻ്റെ വില കൊടുത്തിട്ടില്ല. കാർഷിക മേഖല തകർത്തു. ശ്രീ ഷുക്കൂർ അടക്കം ഉൾക്കൊള്ളുന്ന ആലപ്പുഴ ജില്ലയിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ പ്രധാനമാണല്ലോ കയർ വ്യവസായം. 4,28,000 പേർ പണിയെടുത്ത നേരത്ത് 37,000 താഴെ പേർക്ക് മാത്രമായി പണി ചുരുങ്ങി. അവർക്ക് പോലും അവരുൽപ്പാദിപ്പിച്ച ചരക്ക് കൊടുത്തിട്ട് കാശ് കൊടുക്കാതെ വിഷുവിന് പോലും ആ തൊഴിലാളിക്ക് കൂലി കിട്ടാത്ത ഒരവസ്ഥയിലാക്കി 3-4 ലക്ഷം തൊഴിലാളിയുടെ കണ്ണീര് കുടിപ്പിച്ച, തൊഴിൽ നഷ്ടപ്പെടുത്തിയ, ആ വ്യവസായം തന്നെ തകർത്ത കക്ഷികളല്ലേ UDF. അവരുടെ പ്രശ്നം ആ തൊഴിലാളികളെല്ലാം നിങ്ങൾക്ക് വോട്ട് ചെയ്യും, നിങ്ങളെ അനുകൂലിക്കുമെന്നാണ് കരുതുന്നത്. 3-3.5 ലക്ഷം വരുന്ന കശുവണ്ടി തൊഴിലാളികൾ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമായിട്ടുണ്ടല്ലോ. ഫാക്ടറി മുഴുവൻ അടഞ്ഞു കിടക്കുകയല്ലേ. പണിയില്ലാതെ എങ്ങനെയാണ് അവർ ഭക്ഷണം കഴിക്കുക? അതിന് വല്ലതും ചെയ്യാൻ, ചെറുവിരൽ അനക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഉള്ളതിനെ അടച്ചുപൂട്ടിയ ഒരു ഭരണമല്ലേ. പരമ്പരാഗത വ്യവസായം മാത്രമല്ല, ആധുനിക വ്യവസായങ്ങളുടെ സ്ഥിതി എന്താ? ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇവിടെയുള്ള 109 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 3000-ഓളം കോടി രൂപ നിങ്ങളുടെ കയ്യിൽ ലാഭം ഉണ്ടാക്കി തന്നതല്ലേ? 5 വർഷം കൊണ്ട് അതിനെ നഷ്ടത്തിലാക്കി. ഇപ്പോൾ അത്രയും സംഖ്യ നഷ്ടത്തിലാക്കിയതിൻ്റെ മെടുക്കല്ലേ നിങ്ങൾക്ക്? അതെല്ലാം പൊളിച്ചതിന് നിങ്ങൾക്ക് ഭരണം വേണമെന്നാണ് പറയുക. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതമാകെ തകർത്ത ഒരു മുന്നണി അഴിമതിയുടെ കാര്യം പറയുന്നത് എപ്പോഴും പറഞ്ഞു കിടക്കുക. ലാവലിന് നിങ്ങൾ കൊണ്ടു കടന്നിട്ട് CBI കോടതി തന്നെ ലാവലിന് ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസല്ലേ? നിങ്ങളുടെ കേസ് അങ്ങനെയുള്ളതാണോ? ശ്രീ ആനന്ദൻ, ഇപ്പോൾ ശ്രീ ഷുക്കൂർ പറയുന്നത് അവരുടെ പേരിൽ നിങ്ങൾ പറയുന്ന അഴിമതിയൊക്കെ വളരെ ചെറുതാണ്. ഒന്നത്. മറ്റൊന്ന്, ഈ ആരോപണങ്ങളൊക്കെ മുൻകാലങ്ങളിൽ വന്ന ആരോപണങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞതിന് ശേഷം ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർക്കാണത്ര വിജയം. അതൊക്കെ അവർക്ക് അനുകൂലമായ ഘടകങ്ങളായിട്ടാണ് അവർ കാണുന്നത്. ഇല്ലല്ലോ. ഈ പറഞ്ഞ ലാബിലായാലും ഇതെല്ലാം മുൻപ്
ശ്രീ പിണറായി വിജയൻ മന്ത്രിയായിരുന്നപ്പോൾ കേശവമുള്ള പറയുന്നത്. അതിനുശേഷം നിങ്ങൾ അധികാരത്തിൽ വന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 2011 തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു, VSൻ്റെ ഗവൺമെൻറ് വന്നു. പിന്നീടല്ലേ നിങ്ങൾ വന്നത്? ഇതെല്ലാം ആ തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾ ഇറക്കി നോക്കിയല്ലോ ഈ ചീട്ട്. അതെല്ലാം തഴയപ്പെട്ടു പോയില്ലേ? അതൊന്നും ജനങ്ങൾ അംഗീകരിച്ചില്ലല്ലോ. നിങ്ങൾ ലാവലിൻ എന്ന് പറഞ്ഞു നടക്കുന്നതല്ലാതെ ഇടതുപക്ഷ മുന്നണിക്കെതിരായി നിങ്ങൾക്കൊരു ക്രിറ്റിസിസം പറയാൻ ഏതാണ് ഒരു തെളിവുള്ള ഒരു ആരോപണം നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളെ സംബന്ധിച്ച് നോക്കൂ, മുഖ്യമന്ത്രിക്കെതിരെ 18 കേസാണ്, വിജിലൻസ് കേസാണ്. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വിജിലൻസ് കേസ് പിൻവലിച്ചെങ്കിൽ പോലും കോടതി പറഞ്ഞ് തുടരട്ടെ എന്ന് പറഞ്ഞാൽ അതവിടെ കിടക്കുന്ന. നിങ്ങൾ അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ എന്തിനാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്ന മന്ത്രിമാരെ, മുഖ്യമന്ത്രിമാരെ കുറിച്ച് വിവരാവകാശ നിയമം അനുസരിച്ച് ആരെങ്കിലും ചോദിച്ചാൽ വിവരം കൊടുക്കേണ്ടെന്ന് എന്തിനു പറഞ്ഞു? അങ്ങനെ പറയുന്നത് എന്താ? നിങ്ങൾക്ക് എന്താ ഒളിച്ചു വെക്കാനുണ്ടെന്നല്ലേ? എന്തിനാണ് ഒളിച്ചു വെക്കാനില്ലെങ്കിൽ ആര് എന്ത് വേണമെങ്കിലും വിവരം കൊടുത്തോളാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരായി ഇത്രയും കൂട്ടത്തോടെ അഴിമതി കേസ് പ്രതിയായി കോടതി കയറി ഇറങ്ങുന്ന ഒരു മന്ത്രിസഭ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ മന്ത്രിസഭയ്ക്ക് ഒരു തുടർഭരണം നൽകണമെന്നാണോ ഈ അഴിമതി നടത്താൻ? ശ്രീ TG മോഹൻദാസ്, ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഭരിക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് ഇവിടുത്തെ പ്രതിപക്ഷം പറയുമ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ദിവസത്തിൻ്റെ സ്കോറാണല്ലോ ഇവിടെ അളന്നു തുടങ്ങുന്നത്. അവിടെ BJP ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും മുഖ്യമായി പ്രതികരിച്ചതായുള്ള വാർത്തകൾ കാണുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കൃഷിയെക്കുറിച്ചും വ്യവസായത്തെക്കുറിച്ചും ഒക്കെയുള്ള നിലപാടുകൾ LDF മുന്നോട്ട് വയ്ക്കുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടെങ്കിലുമുള്ള നിലപാടുകൾ UDFും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഓരോ മേഖലയെ സംബന്ധിച്ചുമുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ പറ്റിയ ഒരവസരമല്ലേ? അതൊക്കെ എന്തുകൊണ്ടാണ് പറയാതെ ഇങ്ങനെ മറ്റവസരങ്ങൾ ഉണ്ടോ എന്ന് കാത്തു നിൽക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നത്? ലാൽ, ഞങ്ങളുടെ പ്രകടന പത്രിക ഇറങ്ങിയില്ലല്ലോ. അത് 1-2 ദിവസത്തേക്കകം ഞങ്ങളുടെ പ്രകടന പത്രികയും ഇറങ്ങും. അപ്പോൾ നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആസ് ഓഫ് നൗ ആർക്കാണ് അപ്പർ ഹാൻഡ്, ഇതാണല്ലോ നേരിട്ടോ അല്ലാതെയോ ലാൽ ചോദിച്ചതിൻ്റെ അർത്ഥം. ഇപ്പം ഞാൻ ബഹുമാനപ്പെട്ട ഷുക്കൂറും ബഹുമാനപ്പെട്ട ആനത്തലവട്ടം അനന്തനും പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. ഷുക്കൂർ അഴിമതിയിൽ തിരിച്ച് LDF നടത്തിയ അഴിമതികളുടെ എണ്ണം ഒക്കെ പറഞ്ഞപ്പോൾ ശ്രീ ആനത്തലവട്ടം അനന്തൻ സംസാരിച്ചത് 50% വികസനവും 50% അഴിമതിക്കുള്ള മറുപടിയുമാണ്. ഗ്രൗണ്ട് ലെവലിൽ, ഞാനിവിടെ എറണാകുളത്ത് ജീവിക്കുന്നതിനാണല്ലോ, എറണാകുളം, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, കളമശ്ശേരി, കൊച്ചി ഈ മണ്ഡലങ്ങളിലൊക്കെ അത്യാവശ്യം ഞാൻ യാത്ര ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും സംസാരിക്കുന്നത് വികസന കാര്യത്തെ പറ്റിയാണ്. പലപ്പോഴും ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. കോടിയേരി ബാലകൃഷ്ണൻ പോലും തൃപ്പൂണിത്തുറയിൽ വന്നപ്പോൾ സംസാരിച്ചത് വികസനത്തെ പറ്റിയാണ്. അഴിമതി വിഷയമാകുന്നില്ല. ഞാൻ ഓർത്തത് തൃപ്പൂണിത്തുറയിൽ K ബാബുവിനെ M സ്വരാജ് ഗ്രില്ല് ചെയ്ത് കളയും ബാർ അഴിമതിയിൽ എന്ന്. സംഭവിക്കുന്നില്ല. എല്ലാവരും കണ്ണാട്ടുകലങ്കും കട്ടന്തറ പാലവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ഒരല്പനേരം ഞാൻ BJPക്കാരനാണെന്നുള്ളത് മാറ്റിവെക്കുക. സാധാരണഗതിയിൽ ഡെവലപ്മെൻറ്റ് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇൻകംബൻറ്റ് ഗവൺമെൻറ്, ഇരിക്കുന്ന ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടേ അത് പോവുകയുള്ളൂ. കാരണം അവർ ചെയ്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് കാണും, പക്ഷെ ചെയ്ത കാര്യങ്ങൾ ചൂടോടെ ജനങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. 5 വർഷം മുമ്പ് VS സർക്കാർ ചെയ്ത കാര്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിലും എത്രയോ എളുപ്പമാണ് 2 മാസം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങൾ. ഇവിടെയാണ് LDF ഒരു പ്രചാരണത്തിൽ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം LDF ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അഴിമതിക്കാര്യത്തിൻ്റെ മുഖ്യ അജണ്ട കൊണ്ടുവരേണ്ടിയിരുന്നത്. അതിന് പകരം LDF ഡെവലപ്മെന്റിലേക്ക് പോവുകയും ആ ഡെവലപ്മെന്റ് തങ്ങൾക്ക് സുഖകരമായ ഒരു ഉപദേശിക്കുന്നത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറയിൽ തന്നെ ഈ സ്വരാജിനെ K ബാബുവിനെ ഗ്രില്ല് ചെയ്യാനും അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും നിങ്ങളുടെ സ്ഥാനാർത്ഥി തുറവൂർ വിശ്വംഭരനും സാധിക്കുമായിരുന്നു. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന എൻ്റെ ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ശരി ലാൽ, ഞാൻ LDFനെ ഉപദേശിക്കുകയല്ല കേട്ടോ. അയ്യോ, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഞാൻ എൻ്റെ നിരീക്ഷണം പറഞ്ഞതേ ഉള്ളൂ. അതും ഈ ലിമിറ്റഡ് ഒരു 3-4 നിയോജകമണ്ഡലത്തിൽ ഇവിടെ അല്ലെങ്കിൽ തന്നെ ട്രഡീഷൻ ഒരല്പം UDF മുൻതൂക്കമുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം.
അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നിരീക്ഷണം നടത്തിയത്. അല്ലാതെ ഞാൻ LDFനെ ഉപദേശിച്ചൊന്നുമല്ല. അവരുടെ സ്ട്രാറ്റജി അവർ തന്നെ തീരുമാനിക്കണം. പക്ഷേ ജനറലി ഇന്ത്യയിൽ കണ്ടുവരുന്നത് ഡെവലപ്മെൻ്റ് ആണ്, ഇഷ്യൂലെസ് ആണല്ലോ. ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇഷ്യൂ തർക്കമൊന്നുമില്ല. ആര് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുമെന്നുള്ളൊരു മത്സരം മാത്രമേ ഉള്ളൂ. ഇഷ്യൂലെസ് ഇലക്ഷനിൽ ഇൻകംബൻറ്റ് ഗവൺമെൻറ് നേടിക്കൊണ്ടു പോകുന്നൊരു കാഴ്ചയാണ് ഭാരതത്തിൽ പൊതുവെ കണ്ടിട്ടുള്ളത്. എക്സെപ്ഷൻ ഉണ്ടാവാം. ഇനി BJP എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പ്രകടന പത്രികയിൽ വരും. ഇതുവരെ ഞങ്ങൾ ഈ കാര്യത്തിൽ അപ്പർ ഹാൻഡിൽ തന്നെ നിൽക്കുന്നു. കാരണം അഴിമതി വന്നു കഴിഞ്ഞാലും ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും ഇത് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ട് BJPക്ക് കിട്ടും. അതിനൊരു കാര്യമുണ്ട്. ബൈ ഡിഫോൾട്ട് ഞങ്ങൾ ഒരിക്കലും കേരളത്തിൽ ഭരണത്തിൽ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ കേരളത്തിലൊരു അഴിമതി ആരോപണം സാധ്യമല്ല. പക്ഷെ നിങ്ങൾ ഭരണത്തിൽ ഇരുന്ന സ്ഥലങ്ങളിലെയും അതെന്തായാലും വരുമല്ലോ. ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഭയമുണ്ടോ? അത് വരട്ടെ, ഞങ്ങൾക്കൊരു ഭയവുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വയ്ക്കാൻ LDFും UDFും തയ്യാറാണോ? UDFിൻ്റെ പ്രകടന പത്രികയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനുള്ള അഭിനന്ദനങ്ങൾ ഞാൻ എടുത്ത് കാണിച്ചു തരട്ടെ. പക്ഷേ ഇതൊന്നും നിങ്ങൾ ആരെങ്കിലും ചോദിക്കാതെ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഇന്ന് നാമനിർദ്ദേശ പത്രിക എന്തുകൊണ്ട് പിന്നിലേക്ക് പോയി എന്നതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ തിരിച്ചു വരാം. ശ്രീ A. സജീവൻ, ഇതാണ് പ്രമുഖമായ മുന്നണികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങിയ ദിവസം നിൽക്കുന്ന നിൽപ്പ്. ഇത് മൂന്നും ഏത് രീതിയിലാണ് താങ്കൾ ഇപ്പോൾ വായിച്ചെടുക്കുന്നത്? എവിടെയാണ് ഒരല്പം മുമ്പിൽ ആര് എന്നത് തന്നെയായിരുന്നു എൻ്റെ ചോദ്യം. ശ്രീ മോഹൻദാസ് ഇപ്പോഴും എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞില്ല എന്ന്. അത് പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിമർശനവും. അത് പറയാതെ നിങ്ങൾ LDFനെയും UDFനെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് എന്നത് തന്നെയായിരുന്നു. അത് അടുത്ത അവസരത്തിൽ ശ്രീ മോഹൻദാസ് ഉപയോഗിക്കുക. ശ്രീ സജീവൻ, താങ്കൾക്ക് പറയാം. ലാല്, താങ്കൾ നേരത്തെ മോഹൻദാസിനോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അതിലധികം മൗനം പുലർത്തിയത് ബോധപൂർവമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ സത്യത്തിൽ അവരുദ്ദേശിക്കുന്ന അവർക്ക് എതിരായിട്ട് വരാവുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടി അല്ലെങ്കിൽ ചോദ്യം ഇവിടെ LDFോ UDFോ ഉന്നയിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും പരസ്പരം ചളിവാരി എറിയുകയാണ്. മദ്യത്തിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ്റെ നിലപാടാണോ യെച്ചൂരിയുടെ നിലപാടാണോ BSൻ്റെ നിലപാടാണോ ശരിയെന്ന് ഷുക്കൂർ ചോദിക്കുന്നു. അത് ഏത് നിലപാടായാലും മദ്യം ഇവിടെ ഒരു ചെറിയൊരു പരിധി വരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. മദ്യത്തിൻ്റെ പ്രശ്നം നമുക്കെല്ലാവർക്കും എത്രയോ കാലമായിട്ട് ഇവിടെ ഇരു മുന്നണികളും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ മദ്യം പൂർണ്ണമായിട്ടുമുണ്ട്. പൂർണ്ണമായിട്ട് നാളെ നിരോധിക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ സർക്കാരിൻ്റെ ഏത് സമയം ഇന്ന് തീരുമാനിക്കാമല്ലോ, വേണ്ടാന്ന് തീരുമാനിക്കാം. അത് തീരുമാനിച്ചില്ല. 6 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് അനുമതി കൊടുത്തിട്ട് അപ്പോഴും എടുത്ത് ഇനി കൊടുക്കില്ല എന്നുള്ളതാണ്. അത് പക്ഷേ ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല, കൊടുത്തു കഴിഞ്ഞു. ഇനി ഇപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ ചർച്ച. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മോഹൻദാസിനെ പോലുള്ള ആളുകൾ മൗനം പാലിക്കുന്നത് ഇതാണ്. ഇവിടെ അവർക്കെതിരെ ഉണ്ടാകാവുന്ന ഒരു ചർച്ചയില്ലാതെ ഇത്തരത്തിൽ പരസ്പരം ചെളിവാരി എറിയുമ്പോൾ അവർ മണ്ണും ചാരി എന്നവൻ പെണ്ണ് കൊണ്ടുപോകുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അതേപോലെ തങ്ങൾക്ക് പരമാവധിക്ക് അപ്പുറത്തേക്ക് സീറ്റ് നേടിയെടുക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും മോഹൻദാസിൻ്റെ പാർട്ടിയുടെ ഭരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൂർണ്ണമായിട്ട് അവർക്ക് 2 സീറ്റൊക്കെ ഇപ്പോൾ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും അങ്ങേയറ്റം ചിന്തിക്കാവുന്നൊരു കാര്യം. അത് നേടിയെടുക്കുക, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു 10 സീറ്റ് വരെയെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ട്. പക്ഷേ അത് പരമാവധി സീറ്റ് ഇത്തവണ നേടിയെടുക്കുക, അതിനുശേഷം 2021 ഭരണം കയ്യിലെടുക്കാനുള്ള നടപടികളിലേക്ക് പോകുക എന്നുള്ളതാണ് BJPയുടെ തന്ത്രം. അതിന് പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത് രണ്ടും UDF ആണെങ്കിലും LDF ആണെങ്കിലും മനസ്സിലാക്കുന്നില്ല. അവർ ഈ മദ്യത്തിന് വിലൻ്റെ രീതിയിൽ പിണറായിയാണോ അല്ലെങ്കിൽ VS ആണോ ശരി, യെച്ചൂരിയാണോ ശരി, അതല്ലെങ്കിൽ UDFിൻ്റെ കാര്യത്തിലുള്ള ഈ മെത്രാൻകായലാണോ ശരി എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ചെളിവാരി എറിയുന്നതിനപ്പുറത്ത് ഇവിടെ വരാനിരിക്കുന്ന ഒരു അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം, അതിനെക്കുറിച്ച് ഇവരാരും ചിന്തിക്കുന്നില്ല. LDFും ചിന്തിക്കുന്നില്ല, UDFും ചിന്തിക്കുന്നില്ല. ഇവരുടെയൊക്കെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ അധികം സമയമൊന്നും വേണ്ട. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പോലെ ഒരാളെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് കയറ്റിയെന്നുള്ള കാര്യം പോലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഓരോ അവസരവും ഓരോ ഘട്ടവും BJP വളരെ കൃത്യമായിട്ട്, കേരളത്തിലെ BJPക്കാരല്ല, നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള അമിത്ഷായും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ഞാനിന്നൊരു ഓൺലൈനിൽ വായിച്ച് ശരിയാണെങ്കിൽ, ഞാൻ അടിവരട്ട് പറയുന്നു, എനിക്കറിയില്ല, ശരിയാണെങ്കിൽ 20 കോടി രൂപയാണ് ഓരോ മണ്ഡലത്തിലും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് BJP ചെലവഴിച്ചതെന്നാണ് പറയുന്നത്. ചില മണ്ഡലങ്ങൾ 2 കോടി രൂപ,
അപ്പോൾ ഇങ്ങനെ ഇത്രയും കാശ് എറിഞ്ഞിട്ട് മണ്ഡലം പിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു പറയുമ്പോൾ അത് കാണാതെ ഇപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ UDFും LDFും പരസ്പരം ഈ ചെളിവാരി എറിയുമ്പോൾ കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ വന്ന് ഇങ്ങനെയായിരുന്നു. കോൺഗ്രസ് മറ്റു പല കാര്യങ്ങളും പറഞ്ഞു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് രണ്ടാം UPA സർക്കാരിന് ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ അവർ ഈ മറ്റുള്ള ഇടതുപക്ഷത്തെയും മറ്റ് സോഷ്യലിസ്റ്റുകളെയും ഒക്കെ കുറ്റം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു വരാം. ശ്രീ സജീവൻ, ശ്രീ A. ഷുക്കൂർ, UDFന് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സമയമില്ല. യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആരോപണങ്ങളെ മറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് തകർക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പിന് നിങ്ങൾക്ക് സമയമില്ല. ഇപ്പോഴുള്ള വലിയ അസഹിഷ്ണുത പോലെയുള്ള വലിയ ഭീഷണിയെക്കുറിച്ച് നിങ്ങൾക്ക് നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വലിയ ഭീഷണി മുന്നിൽ വന്നു നിന്നിട്ടും അതിനെ എതിർക്കാനുള്ള തന്ത്രങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. ശ്രീ ആനത്തലവട്ടത്തെ പോലുള്ളവർ പറയുന്ന പോലെ കർഷകരുടെ കാര്യത്തിലും വ്യവസായത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്കുള്ള നിലപാടുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ നിങ്ങളൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ വ്യക്തികളെ, പ്രതിപക്ഷത്ത് നിൽക്കുന്ന നേതാക്കളെ വ്യക്തിപരമായി കൂടി ഇന്ന് ശ്രീ VS അതിനെക്കുറിച്ച് പറഞ്ഞത് സ്നേഹരോഗം കൂടി തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന VM സുധീരനെ കുറിച്ച് ഇന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു മൂലയ്ക്ക് ഒതുക്കിയത് നമ്മൾ കണ്ടതാണ്. VS പോലും അങ്ങനെയുള്ള ശ്രമങ്ങളിലേക്ക് നിങ്ങൾ പോയി സ്വയം അപഹാസ്യരാകാതെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ നിലപാടുകൾ ഓരോന്നിനെക്കുറിച്ചും കൃത്യമായി പറയുന്നില്ല? ലാലെ, എനിക്ക് സമയം തരണം. എനിക്ക് ഇടയ്ക്ക് കയറി ഓർക്കരുത്. എനിക്കിതിൽ വിശദമായി ആ ചോദ്യം വളരെ ദീർഘമുള്ള ചോദ്യം, അതിനനുസരിച്ച് മറുപടി പറയാൻ സമയം തരണം. ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ചേട്ടനും ശ്രീ സജീവനും പറഞ്ഞ കാര്യം എന്താണ്? കാർഷിക മേഖലയിൽ ഞാൻ പിന്നെ ശ്രീ ആനത്തലവട്ടം ആനന്ദനെ ഞാൻ ക്ഷണിക്കുകയാണ്. AC റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാം, മുട്ടാർ റോഡിലൂടെ സഞ്ചരിക്കാം, നീരേറ്റുപുറ റോഡിലൂടെ സഞ്ചരിക്കാം. എവിടെയെങ്കിലും ഒരു ചാക്ക നെല്ല് കെട്ടി വെച്ചിരിക്കുന്ന കണ്ടാൽ ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. വരണം കുട്ടനാട്ടിലേക്ക്. നെല്ല് സംഭരിച്ചു കഴിഞ്ഞു, പണം കൊടുക്കാനുണ്ട്. ശരിയാണ്, പണം കൊടുക്കുക തന്നെ ചെയ്യും, കൊടുത്തിട്ടുമുണ്ട്. ഈ ശേഖരിച്ചതിൻ്റെ മുഴുവൻ കൊടുത്തില്ലേ? ഇനി ഇപ്പോൾ ശേഖരിച്ച് കഴിഞ്ഞ് കൊടുക്കാനുണ്ട്. അതൊരു ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്, ചെയ്യുന്നുണ്ട്. മാന്യവില 1. 2, ഞങ്ങൾ ഈ കാലം അത്രയും ഈ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങി വികസന കാര്യങ്ങൾ, ജനക്ഷേമ പദ്ധതികളുടെ നിർവഹണം, ജനങ്ങൾക്കുണ്ടായ സാമൂഹ്യ മാറ്റം, ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിച്ച അന്ന് മുതൽ കഴിഞ്ഞ ആഴ്ച വരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും UDF പ്രവർത്തകരായാലും UDF നേതാക്കളായാലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്. ആൻറ്റി ഇൻകംബൻസി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്. അതാണിവിടെ. ഭരണവിരുദ്ധ വികാരമില്ല. കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ പ്രതിപക്ഷം നിങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കണം. എല്ലാ പ്രതിപക്ഷ കക്ഷികളും നിങ്ങൾക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നു. നിങ്ങളുടെ അകത്തുനിന്ന് തന്നെ നിങ്ങളുടെ ചെയ്തികൾക്കെതിരായുള്ള ആരോപണങ്ങൾ വരുന്നു. നിങ്ങളുടെ KPCC പ്രസിഡന്റ് തന്നെ പല കാര്യങ്ങളിലും സർക്കാരിനെ എതിർക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഉത്തരവുകളെ കുറിച്ചുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ, ഇപ്പോൾ ഇരിക്കൂറിലും അതുപോലെ മറ്റൊരു മണ്ഡലത്തിലും, ഞാൻ പെട്ടെന്ന് മണ്ഡലം ഓർക്കുന്നില്ല, പേരാവൂരിൽ ഇവർ രണ്ടിടത്തും കർഷകരുടെ നേതാക്കളാണ്, കർഷകരുടെ നേതാക്കളാണ് വിമത സ്ഥാനാർത്ഥികളായി കൃഷി കാര്യങ്ങളിലും കർഷകരുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ഈ പറയുന്നത് പോലെ, ചാനൽ ചർച്ചകളിൽ പറയുന്നത് പോലെയുള്ള അത്ര വലിയ ക്ലെയിം അവകാശപ്പെടാനുണ്ടോ? ലാലെ, ഞങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ പറയുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ തെറ്റായി എന്ന് പറഞ്ഞാൽ ജനം പ്രതികരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ തോൽക്കണം. ഞങ്ങൾ ജയിച്ചവരാണ്. ആകെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒപ്പത്തിനൊപ്പം വന്നു. മുനിസിപ്പാലിറ്റി മുന്നിൽ വന്നു. ചില ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് ഇതിലൊരു കൃത്യമായ ഒരു വിശദീകരണം കഴിഞ്ഞ് നമുക്ക് നിങ്ങൾ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. പറയട്ടെ, വിശദീകരണം
ഷുക്കൂർ പറയുന്ന മുനിസിപ്പൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഞങ്ങളും ഒപ്പം 60-65% സ്ഥാപനങ്ങളും ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിലാണ്. നിങ്ങൾ എന്ത് കണക്കായി ആളെ കബളിപ്പിക്കാനും ഞാൻ ഇരുന്നിട്ട് ഓരോന്ന് പറയല. 2, കാർഷിക മേഖലയിൽ തകർച്ചയില്ലെന്ന 240 രൂപ ഒരു കിലോ റബ്ബറിന് വിലയുണ്ടായിരുന്ന ഇപ്പോൾ അത് 100 രൂപയിൽ താഴെയാക്കിയത് നിങ്ങളുടെ ഭരണ നേട്ടമാണെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. കൃഷിക്കാരനെ തകർത്തത് നെല്ല് എങ്ങും കൂടി കിടക്കില്ലെന്നാണ് പാലക്കാട് ജില്ലയിലെ കൃഷിക്കാരോട് ചെന്ന് ചോദിക്കോ. ഇപ്പോഴും നെല്ല് കൂട്ടിയിട്ട് ടാർപ്പാൾ കെട്ടിയിട്ടിരിക്കുകയാണ്. എടുത്ത നെല്ലിൻ്റെ വില കൊടുത്തില്ല. അത് ഷുക്കൂർ പറയുന്നത് വില കൊടുത്തില്ലെന്നുള്ള നേരെ തന്നെ ഞങ്ങൾ കൊടുക്കുമെന്നാണ്. നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് അടക്കുകയും നിങ്ങൾ ഇനി എന്താ കൊടുക്കുന്നത്? മായും 19 കഴിഞ്ഞ നിങ്ങൾക്ക് കൊടുക്കാനൊക്കില്ലല്ലോ. അതൊക്കെ വരുന്ന ഗവൺമെന്റ് കൊടുക്കേണ്ടി വരില്ലേ? വരുന്ന ഗവൺമെന്റ് കൊടുക്കേണ്ടി വരില്ലേ? അതിപ്പോ ഇനി ബാർ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇനി എവിടെന്നാ നിങ്ങളുടെ ആയുസ് തീർന്നില്ലേ? ആയുസ് ഇനി ബാർ അനുവദിക്കാനൊക്കെ. പക്ഷേ അനുവദിച്ച ബാർ റദ്ദ് ചെയ്യുമെന്ന് പറയാനുള്ള ആർജവം ഉണ്ടോ മിസ്റ്റർ ഷുക്കൂർ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്? ഞങ്ങൾ ഈ മദ്യനിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷം ഇപ്പൊ 6 8 കൊടുത്തു, അത് ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു എന്ന് പറയാനുള്ള ആർജവം ഉണ്ടോ? അതേപോലെ വിജയമല്യക്ക് മദ്യം ഉത്പാദിപ്പിക്കാൻ ഡിസ്റ്റിലറിക്ക് അനുമതി കൊടുത്തത് അത് ഞങ്ങൾ റദ്ദ് ചെയ്യുമെന്ന് പറയാൻ കഴിയുമോ? അതിനൊരു സമയം തരണം ശ്രീ ഷുക്കൂർ. പെട്ടെന്നൊരു മറുപടി. ഇല്ല ഞങ്ങൾ അതിനൊരു സമയം തരണം. പറഞ്ഞോ. 6 ബാറുകൾ അനുവദിച്ചത് 2 ആലപ്പുഴ ജില്ലയാണ്. ഇടതു മുന്നണിയുടെ നഗരസഭയും പഞ്ചായത്തുകളുമാണ് അതിന് NOC കൊടുത്തിട്ടുള്ളത്. 5 സ്റ്റാർ അംഗീകരിച്ചു കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. പറയട്ടെ ഞാൻ പറഞ്ഞു തീർത്തിട്ട് പറയാം. 2 കോടതി കൊടുത്തതാണ്. എന്തൊരു തമാശയാണ്. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് നിങ്ങൾക്ക് താല്പര്യമില്ലാതെ ഇവിടെയുള്ള പഞ്ചായത്തുകളും ഒപ്പം കേന്ദ്ര സർക്കാരും ചേർന്ന് ഇവിടെ ബാറുകൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ലാലെ പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ഞങ്ങളുടെ മദ്യനയത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് 5 സ്റ്റാർ ബാറുകൾക്ക് ഹോട്ടലുകൾക്ക് ബാറുകളാകാം. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 230 ബാറുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് സത്യം. അതെന്തൊരു നയമാണ്? അത് നിങ്ങളുടെ സൗകര്യമല്ലേ? 230 ബാറുകൾ നിങ്ങൾ അടച്ചിട്ട് അതിന് തുറക്കാൻ പാടില്ല, അതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു സൗകര്യമല്ലേ? അല്ലാതെ 5 സ്റ്റാർ ബാറുകൾ കൂടി അടയ്ക്കാനുള്ള നയമായിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നത്. അതിന്റെ പുറത്തിപ്പോൾ പുതിയ ബാറുകൾ തുറന്നപ്പോൾ അതിന്റെ കുറ്റം മുഴുവൻ ഈ കേന്ദ്ര സർക്കാരിനെയും ഈ പഞ്ചായത്തുകളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ നയത്തിൽ തെറ്റിപ്പോയി. ആ മദ്യവർജനത്തിലേക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു നയമായി പോയി നിങ്ങളുടേത്. ഞങ്ങളുടെ നയത്തിന് തെറ്റില്ല. ഞങ്ങളുടെ നയത്തിന് തെറ്റില്ല. ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് നയം. പക്ഷേ അതുകൊണ്ട് 730 ബാറുകൾ ഭാവിയിൽ 5 സ്റ്റാർ ആകാനുള്ള ആ ലൂപ്പോൾ അടക്കും. അതാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അത് പറ്റില്ല. ഇപ്പോഴെന്താ എവിടെയാണ് ഉള്ളത്? പലരും 5 സ്റ്റാറുകൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 100ഓളം ബാറുകൾ പഴയ സ്റ്റാറിൽ കിടന്നൊക്കെ 5 സ്റ്റാർ ആയി. ഈ ബഹളം ഉണ്ടായിരുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സുധീരൻ ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ ആഴ്ചയിൽ തന്നെ അതൊക്കെ ആയേനെ. ശ്രീ ഷുക്കൂർ, അതവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കൂടി വന്നാൽ, ഈ ശ്രീ സജീവൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയ BJPയുടെ അസഹിഷ്ണുതയെ കുറിച്ചുള്ള ഒരു ഭീഷണി ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് ഒരു വിമർശനം പോലും ഉന്നയിച്ചു കഴിഞ്ഞാൽ പോകുന്ന വോട്ടുകളെ പേടിച്ചാണോ ആ ഭാഗത്തേക്ക് ശക്തമായ ഒരു നയം എടുക്കാതിരിക്കുന്നത്? ശ്രീ ഷുക്കൂർ, എനിക്ക് പറയാനുള്ള അവസരം തരണം ലാലെ. 730 ബാറുകൾ 5 സ്റ്റാർ ആയി തുറക്കാനുള്ള പഴുതുണ്ടെങ്കിൽ അത് അടച്ചിട്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ നയം. എവിടെ അടച്ച്? ഏത് ബാർ അടച്ച്? അടച്ച ഒരു ബാറിന്റെ പേര് പറയാമോ? ഷുക്കൂറെ, നിങ്ങൾ ഇപ്പൊ അടച്ചെന്ന് പറയുന്നത് ഏത് ബാർ അടച്ചത്? കാണുന്നില്ലേ? ഏത് ബാർ അടച്ചത്? ഒറ്റ ബാറിന്റെ കേസ് പറഞ്ഞാണ്
അടച്ച ഒരു ബാറിന്റെ 730 ബാർ അടച്ചത് കാണുന്നില്ലേ? എവിടെ ശ്രീ അടച്ചത്? ശുക്കൂർ, അവിടെ ഏത് ബാറ്? നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഏത് ആ മദ്യം ബാറ്? ഇപ്പോൾ എടുക്കുന്നില്ല. വേറെ തരത്തിലുള്ള മദ്യമാണ് കൊടുക്കുന്നത്. അവിടെ അത്രേ ഉള്ളൂ. വിസ്കിയും ബ്രാൻഡിയും ആ ബ്രാൻഡ് കൊടുക്കുന്നില്ലെങ്കിലും നിങ്ങൾ വൈനും ബിയറും ഏഴ്- ലിക്കർ കണ്ടന്റ് കൂടുതലുള്ളത് അവർക്ക് അല്ലല്ല, കൂടുതൽ അല്ല. കൊടുക്കാനായിട്ട് അത് കൂടുതൽ ബാറിന് അനുമതി കൈരളി കൊടുത്തു. ഏത് കൈരളി അടച്ച്? ചാനലിന്റെ അത് അടച്ച ബാറിന്റെ ഒരു പേര് പറയേ. അത് 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 CPM-ന്റെ ലൈൻ. അല്ല ഈ അടച്ച ഒരു ബാറിന്റെ പേരാദ്യം പറയാ ശുക്കൂർ. അടച്ചടച്ചെന്ന് പറഞ്ഞാൽ മതിയാ. അടച്ച ബാർ ഏത്? ഒന്നാണെങ്കിൽ എടാ ഈ നമ്മുടെ സംസ്ഥാനത്തെ 730 ബാറുകൾ അടച്ചിരിക്കുന്നു. അതല്ല ഇപ്പൊ തുറന്ന് കിടക്കുകയാണ്. ഇപ്പൊ അതല്ല ഇപ്പോഴും ഈ സമയത്ത് തുറന്ന് കിടക്കുകയാണ്. അത് തുറക്കില്ല. ശുക്കൂറെ ഇപ്പൊ 816 തുറന്നിരിക്കുകയാണ്. ഇല്ല ഇല്ല 816 700 730 കൂടുതൽ ബാറ് തുറന്നിട്ടില്ല. ബാറില്ല. ശരി, അതിന്റെ പേര് മാറി. അതിന്റെ പേര് മാറി. ഞാൻ വരാം. ബാറല്ല, ഞാൻ ബാറിനെയാണ് കാണുന്നത്. ബാറ് തന്നെയാണ്. ബാർ ഒരെണ്ണം അടച്ചിട്ടില്ല. അത് ശുക്കൂർ ഒരു കാര്യം മനസ്സിലാക്കൂ. നിങ്ങൾ മദ്യവിരുദ്ധ സമിതിക്കാരെ കള്ളുഷാപ്പിനെതിരായി സമരം ചെയ്യും. ആ കള്ളിന്റെ ലിക്കർ കണ്ടന്റ് 8% താഴെയാണ്. ഇപ്പൊ നിങ്ങൾ അടച്ചെന്ന് പറയുന്ന ലൈസൻസ് കൊടുക്കാതിരിക്കുന്ന ബാറുകൾക്കെല്ലാം അവിടെ വിൽക്കുന്ന വൈനിന്റെ കണ്ടന്റ് 15 മുതൽ 16% ലിക്കർ കണ്ടന്റ്. 2 ഗ്ലാസ് കള്ള് കുടിക്കുന്നവൻ 1 ഗ്ലാസ് വൈൻ കുടിച്ചാൽ മതി. നിങ്ങൾ മദ്യനിരോധനം പറഞ്ഞ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി അതല്ല നിങ്ങൾ അരിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. സീനിയർ നേതാക്കൾ അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയോ? കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് എനിക്കും കിട്ടുന്ന ഉത്തരങ്ങൾ. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷുക്കൂർ, ശ്രീ ആനന്ദവട്ടം, ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്കും ചോദിക്കാനിരുന്ന ഒരു ചോദ്യം തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ശ്രീ TG മോഹൻദാസിലേക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് പോകട്ടെ. ശ്രീ TG മോഹൻദാസ്, താങ്കൾ ഈ തർക്കം കേരളത്തിൽ നടക്കുന്നതാണ്. കേരളത്തിൽ ഇന്നത്തെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നതും ഭരണപക്ഷം അവർ എന്തൊക്കെയോ ചെയ്തു എന്ന് അവകാശപ്പെടുന്നതും. ഈ കാര്യത്തിൽ നിങ്ങൾക്കും ഒരു റോളുണ്ട് എന്ന് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ശ്രീ സജീവൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ മണ്ണും ചാരി നിന്നവൻ പെണ്ണ് കൊണ്ടുപോകുന്ന ഒരു രീതി നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. ഈ കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരു റോളുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതി ഇവിടെ തുടരാതെ നിങ്ങളും കൂടി വിചാരിച്ചാൽ തീർക്കാവുന്ന ഒരു പ്രശ്നമാണ് ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ. അവിടെ നിങ്ങളൊന്നും തുറന്നു പറയുന്നില്ലല്ലോ, ഈ കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ മണ്ണും ചാരി വെറുതെ നിൽക്കുന്നു? അല്ല, ഞങ്ങൾ മണ്ണും ചാരി നിൽക്കുകയൊന്നുമല്ല. പക്ഷേ ബാർ വിഷയത്തിൻ്റെ ബ്രീഫായിട്ട് ലാൽ അതിൻ്റെ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോൺഗ്രസ്സിലെ ഒരു വഴക്കിൽ നിന്നാണല്ലോ ഈ ബാർ ഇഷ്യൂ തുടങ്ങുന്നത്. അല്ലാതെ കോൺഗ്രസ്സുകാരെല്ലാം മഹാത്മാഗാന്ധി ആയതുകൊണ്ടൊന്നും അല്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചു. ഇതിൻ്റെ ഒരു പ്രതിക്രിയ എന്നുള്ള നിലയ്ക്ക് ഏത് നിലപാടെടുത്താലും കുഴപ്പത്തിലാകുമോ എന്ന് LDFന് ഒരു പേടിയുണ്ട്. ഇപ്പോൾ ശ്രീ ആനത്തലവട്ട ആനന്ദൻ CPIM ആണ്. കാനൻ രാജേന്ദ്രനാണ് അദ്ദേഹത്തിന് പകരം ഇവിടെ ഇരുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല, വേറെ ചില ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും വരുന്നത് നമുക്കറിയാമല്ലോ. ബാർ പോളിസിയുടെ കാര്യത്തിൽ CPIM-ഉം CPI-യും അത്ര യോജിപ്പിലൊന്നും അല്ല എന്നും നമുക്കറിയാം. ഞാൻ കഴിഞ്ഞൊരു ദിവസവും ഇതേ പീപ്പിൾ ചാനലിൽ ഒരു അപേക്ഷ വെച്ചിരുന്നു. LDF-ഉം UDF-ഉം അടച്ചിട്ട മുറിയിൽ നിങ്ങൾ നാട്ടുകാരെ ഒന്നും കേൾപ്പിക്കണ്ട, നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്തുക. കാരണം രണ്ടുപേരും വല്ലാതെ ഓർമ്മിപ്പിക്കുകയാണ്. ലാല് പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ റോൾ എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരിക. അതാണ് എന്റെ ചോദ്യം. അത് പറയാതെ ഇങ്ങനെ മണ്ണും ചാരി നിന്ന് പോകല്ലേ എന്നാണ് ശ്രീ സജീവനും നേരത്തെ പറഞ്ഞത്. ഞങ്ങളുടെ റോളാണപ്പോൾ ഞാൻ ഈ പറയുന്നത്. ഞാൻ അവരോട് അപേക്ഷ എന്നുള്ള വാക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത്. അവരെ ഉപദേശിക്കാനുള്ള റോളിൽ ഞാനല്ല എന്നും അവരോട് അപേക്ഷിക്കുന്നത് പോലും ധിക്കാരമാണ് എന്നും ലാലിന് തോന്നുകയാണെങ്കിൽ കഷ്ടമാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ വിനയത്തോടെയല്ലേ സംസാരിച്ചുള്ളൂ, ഞാൻ ഉപദേശ രൂപേണ പറഞ്ഞില്ലല്ലോ. അപേക്ഷയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് അവസാനിപ്പിക്കുക, ഇതിനൊരു പോളിസി കർഷകരുടെ കാര്യത്തിൽ നിങ്ങളുടെ നയമെന്ത്? ഇവിടെ കേൾക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് ഞാൻ ചോദ്യം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ വലിയ പ്രശ്നമാണ്, അതൊക്കെ ഇടപെടേണ്ടതാണ്, ശരിയാണ്. മദ്യത്തിന്റെ കാര്യത്തിൽ എവിടെ നിന്നാണ് തർക്കമുണ്ടായത് ഇതൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങളായിട്ട് ഇതൊന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്നില്ല. എവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്?
എന്ത് അഡ്ജസ്റ്റ്മെൻ്റ്? അപ്പം ഞാൻ അതല്ലേ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ച ബാറിൻ്റെ ചോദ്യത്തിൽ ഞങ്ങളുടെ റോളാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളുടെ റോൾ എന്ത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു, ഞാനത് പറയുന്നു. അത് തന്നെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഉപദേശം ഒരു മോശപ്പെട്ട വാക്കാകും. തന്നിൽ മുതിർന്നവരെ ഉപദേശിക്കുന്ന ഒരു മോശപ്പെട്ട കാര്യമാണ്. ഉപദേശം എന്നുള്ള വാക്ക് എപ്പോഴും നല്ലതൊന്നുമല്ല. ഞാൻ അതുകൊണ്ടാണ് എന്നേക്കാൾ വയസ്സിന് മൂത്ത ആൾക്കാരെ ഉപദേശിക്കാൻ ഞാൻ ആരാ? ഞാൻ അതുകൊണ്ട് വിനയാന്വിതനായിട്ട് തന്നെ അപേക്ഷയായിട്ടാണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാർ 5 സ്റ്റാർ കാറ്റഗറി കൊടുക്കുന്നത് ആൽക്കഹോളിക്കും ഉണ്ട്, നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. യു ക്യാൻ ചൂസ് ദാറ്റ്. ബാർ ഇല്ലാത്ത 5 സ്റ്റാർ ഹോട്ടൽ ആവാമല്ലോ. അതിൽ കേന്ദ്ര സർക്കാർ തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞത്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ശ്രീ ടി ജി മോഹൻദാസിൻ്റെ ലൈനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ തിരിച്ചു വരാം. ശ്രീ സജീവിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ആനത്തലവട്ടം, ഈ BJP-യുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൃത്യമായി നേരത്തെ ശ്രീ സജീവൻ ചൂണ്ടിക്കാട്ടിയ അസഹിഷ്ണുത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നത് ആരാണ്? ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ മുമ്പിൽ ആരാണ് ആ വിഷയം മുന്നോട്ട് വെക്കുന്നത്? ഇടതുപക്ഷ മുന്നണി അത് ശക്തിയായി മുന്നോട്ട് വയ്ക്കും, നല്ല ക്യാമ്പയിൻ കൊണ്ടുവരും. BJP-ക്ക് ഒരു സീറ്റ് പോലും ഇവിടെ ജയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ മുന്നണി നടത്തും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ മിസ്റ്റർ സജീവൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചതുപോലെ 1-2 സീറ്റ് BJP-ക്ക് കിട്ടുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്ന തരത്തിലാണ് അവരിപ്പോൾ സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്തിരിക്കുന്നതും പ്രവർത്തനവും പ്രചരണത്തിൻ്റെ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. അത് ഇവിടെ തന്നെ ഞാൻ പറയാം, ട്രിവാൻഡ്രത്തുകൊണ്ട് ശ്രീശാന്ത് കുട്ടിയും കോലും കളിക്കുന്നതെന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും കാര്യം തീരുമാനിക്കുന്നതാണ്. ജനങ്ങളിങ്ങനെ വെന്ത് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുടിവെള്ളം കിട്ടാതിരിക്കുമ്പോൾ, തൊഴിലില്ലാതെ നട്ടം തിരിയുമ്പോൾ ശ്രീശാന്തിനെ പോലെ ഒരാളെ നിർത്തിയിട്ട് അവിടെ ശിവകുമാറിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി എടുത്തുകൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കുകയും അപ്പുറത്ത് ശ്രീ രാജഗോപാലിനെ സുരേന്ദ്രപിള്ളയെ ഒരു നോക്കുകുത്തിയാക്കി നിർത്തി കോൺഗ്രസിൻ്റെ വോട്ടെല്ലാം രാജഗോപാലിന് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ വിലപ്പോകാൻ പോണില്ല. ഈ അസഹിഷ്ണുതയുടെ നാളുകൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറില്ല, സംഭവങ്ങൾ മാറില്ല. ഇവർ BDJS-നെ കൂട്ടിക്കൊണ്ടുവന്നാൽ അവർക്ക് BJP-ക്ക് ജയിച്ചു കളയാമെന്നാണല്ലോ ധാരണ. ആ BDJS-ലുള്ള ഒരു കക്ഷിയാണ് ഈ സാധാരണഗതിയിൽ പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്നവർ. ബാബുവും കൂട്ടരും KPMS-ഉം എല്ലാം ഒരു കക്ഷിയാണല്ലോ. ആ KPMS ആദിവാസികളിൽ പെടുന്നവർ, അതുപോലെ അധകൃതരായ ആളുകൾ, ദളിതർ. അംബേദ്കറുടെ 125-ാം ജന്മദിനത്തിന് അന്ന് ബുദ്ധമതത്തിൽ ചേരുകയാണ് രോഹിത് വേമുലയുടെ അമ്മയും സഹോദരനും. അംബേദ്കർ തന്നെ ഈ ഹിന്ദുമതത്തിൻ്റെ പീഡനം സഹിക്കവയ്യാതെ 3 ലക്ഷം ദളിതരുമായിട്ട് ബുദ്ധമതത്തിൽ ചേരുകയാണ് ചെയ്തത് 1956-ൽ. അപ്പോൾ അതെല്ലാം ഈ പീഡനം സഹിക്കവയ്യാതെ, ഹിന്ദുമതത്തിൻ്റെ പീഡനം സഹിക്കവയ്യാതെയാണ് ബുദ്ധമതത്തിൽ പോയത്. അങ്ങനെ അവരുടെ നേതാക്കന്മാർ ഇപ്പോഴും ഇന്ത്യ രാജ്യത്ത് BJP-ക്ക് സ്വാധീനമുണ്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ BJP-യുമായി തോളോട് ചേർന്ന് ഹിന്ദു മുന്നണി ഉണ്ടാക്കി, BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി, എവിടെയെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ മത്സരിച്ചാൽ അധകൃതരെല്ലാം രക്ഷപ്പെടുമോ? ദളിതരെല്ലാം രക്ഷപ്പെടുമോ? പുലയ മഹാസഭയെല്ലാം രക്ഷപ്പെടുമോ? ഇതെല്ലാം ഈ രാജ്യത്ത് വരാൻ പോവുകയല്ലേ, നടക്കാൻ പോവുകയല്ലേ? ഇന്നലെ UP-യിൽ മഹിളാ മോർച്ചയുടെ അധ്യക്ഷ രോഹിത് മിശ്ര എന്താ ഇന്നലെ പ്രസംഗിച്ചിരിക്കുന്നത്? ഭരണഘടന നൽകുന്ന സംവരണവും അതുപോലെ ആനുകൂല്യങ്ങളുമാണ് ഇന്നലെ വരെ നമ്മളെ യജമാനെന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവരെ ഇപ്പോൾ നമ്മൾ യജമാനന്മാരെന്ന് വിളിക്കേണ്ടി വരുന്നു. നമ്മുടെ ചെരുപ്പ് തുടച്ച് നടന്ന ഈ ദളിതനും കൂട്ടരും എല്ലാം ഇപ്പം ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന അതേ ബെഞ്ചിൽ വന്നിരിക്കുന്നു. ഇന്നലെ വന്നിരിക്കുന്ന ആപത്ത് ഇവിടുത്തെ ദളിതനും പിന്നോക്ക ജാതിക്കാരും മനസ്സിലാക്കില്ല. കേരളത്തിൽ UDF-ഉം LDF-ഉം ഒരുപോലെ കാണേണ്ട ഒരു വിഷയമായിട്ടാണ് LDF പറയുന്നത്. നിങ്ങൾ അതിനെ പക്ഷേ നോക്കുന്നുമില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. അത് ശ്രീ ആനത്തലവട്ടം മാത്രമല്ല അത് പറഞ്ഞത്, ശ്രീ സജീവനെ പോലുള്ളവരും അത് ചൂണ്ടിക്കാട്ടിയതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ കണ്ണടച്ച് മറയ്ക്കുന്നത്? ഈ ആനത്തലവട്ടം ആനന്ദം പറഞ്ഞ തിരുവനന്തപുരം ജില്ലയിലെ പോലുള്ള പ്രശ്നങ്ങൾ ആലപ്പുഴയിലും ഉണ്ട്. അതൊന്നും കൂടെ എന്നെ പൂർത്തീകരിക്കാൻ നിങ്ങൾ അനുവദിക്കണമല്ലാതെ BDJS-ൻ്റെ 2 സ്ഥാനാർത്ഥികളെ അമ്പലപ്പുഴ ആലപ്പുഴ നിയോജകമണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുന്നില്ല. അതിന് പകരം കുട്ടനാട്ടിലെ BDJS-ൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ LDF ശ്രമിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം കണിച്ചുകുളങ്ങര ദേവസ്വം നിങ്ങൾക്കറിയാമല്ലോ. ശ്രീ വെള്ളാപ്പള്ളി നടേശനും CPM-ഉമായിട്ട് വർഷങ്ങളായി മത്സരിച്ചു കൊണ്ടിരുന്ന ദേവസ്വത്തിലെ CPM പാനലിനെ ഇത്തവണ മാത്രം പിൻവലിപ്പിച്ചുകൊണ്ട് ഒരു ഐക്യമുണ്ടാക്കി മുന്നോട്ട് പോകുന്നത് കേരളം കാണുകയാണ്. ഇതാദ്യമായിട്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തുടങ്ങുകയാണ്.
ഗോവിന്ദൻ മാഷ് വന്നിരുന്നാണ് ഈ തീരുമാനം ജില്ലാ കമ്മിറ്റിയിൽ CPM എടുത്തത്. ശ്രീ ആനന്ദലോട്ടം, അത് സംസ്ഥാന ഇതിനൊരു കമ്മിറ്റി മറുപടി എന്ത് പറയുന്നു നിങ്ങളിൽ എന്ന് നിന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ മിണ്ടാട്ടമില്ല. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാകും. അപ്പോൾ അല്ല, BDJS ശുക്കൂറെ CPM ആയുള്ള വെള്ളാപ്പള്ളിയുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരിക്കുന്നു. കണിച്ചുകുളങ്ങര അവിഹിത ക്ഷേത്ര ബന്ധമുണ്ടായിരിക്കുന്നു. ഭരണസമിതി പിടിക്കാൻ വേണ്ടി മത്സരിച്ചിട്ടേ ഇല്ല. അവിടെ വെള്ളാപ്പള്ളിക്കെതിരായി അവിടെ മറ്റൊരു കുടുംബവും വെള്ളാപ്പള്ളിക്കെതിരായി നിൽക്കുന്ന ആൾക്കാരും അവിടെ മത്സരിച്ചില്ല. CPM മത്സരിക്കുമെങ്കിൽ പറഞ്ഞിട്ട് മത്സരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് CPIM. അക്കാര്യത്തിൽ ശുക്കൂറിന് സംശയം വേണ്ട. പറഞ്ഞിട്ട് മത്സരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് CPIM. ഞങ്ങൾ ഇന്ന് വരെ ചാരങ്ങാട് ദേവസ്വം അവിടുത്തെ കണിച്ചുകുളങ്ങര ദേവസ്വം പിടിക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് വരെ മത്സരിച്ചിട്ടില്ല. പാർട്ടിയിൽ പിരിച്ചുവിടേണ്ടി വരും. എവിടെയാണ് ആരാ പറഞ്ഞത്? ഞങ്ങൾ മത്സരം ഞാനല്ലേ പറയുന്നത്. സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലോട്ട് നിഷേധിച്ചു കഴിഞ്ഞു. അവർ അങ്ങനെ മത്സരിച്ചിട്ട് കൂടിയില്ല. അത് നിങ്ങൾ വിശ്വസിക്കാതെ തെളിവ് ഭാവിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇപ്പോൾ അവിടെ ആരെങ്കിലും മത്സരിച്ചാൽ അവർക്ക് പിന്തുണ കാര്യം CPM ചെയ്യും. അതല്ലാതെ CPM അവിടെ പാനൽ വെച്ച് മത്സരിച്ചിട്ടില്ല. ഇല്ല, ഈ തവണ മത്സര രംഗത്തില്ല. ഒരു തവണയും ഇല്ല. അവിടെ ക്ഷേത്രത്തിലെ കുടുംബക്കാർ തമ്മിലുള്ള തർക്കത്തിൽ വെള്ളാപ്പള്ളിക്കെതിരായി അതേ കുടുംബത്തിൽ ക്ഷേത്ര അവകാശികൾ മത്സരിച്ചിട്ടുണ്ട്. ആ മത്സരത്തിൽ വെള്ളാപ്പള്ളിക്കെതിരായി പലപ്പോഴും ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. ഇത്തവണ അതുപോലെ ഈ കാര്യത്തിൽ LDF ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഷുക്കൂറിന്റെ പാർട്ടിയും ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ ഇപ്പോഴും കാണുന്നത്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത് TG മോഹൻദാസും ഒരുപക്ഷെ നേരത്തെ ആ തന്ത്രമാണ് എടുക്കുന്നത് നമ്മൾ കണ്ടത്. അവരുടെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ മറുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അവർക്കൊരു ക്ഷയമുണ്ടെങ്കിൽ ആ കാര്യത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരിക. തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭാവിയിൽ തെളിവ് വരുമ്പോൾ കാണിക്കാം എന്ന് പറയുക. അപ്പോഴും ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ആർക്കാണ് ഭൂഷണമാകുക? അല്ല, വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ അസഹിഷ്ണുത ഞാൻ നേരത്തെ ഉന്നയിച്ച് വളരെ സീരിയസ് ആയിട്ടാണ്. അസഹിഷ്ണുത പ്രശ്നം വരുമ്പോൾ അതിനെതിരെ അതിശക്തമായിട്ട് ശുക്കൂർ വേറെ ഒന്നും പറയണ്ട. ആനത്തലോട്ട് നേരത്തെ പറഞ്ഞു ഞങ്ങൾ വളരെ എതിർക്കുന്നു, ഏത് രീതിയിലും എതിർക്കുന്ന കാര്യം പറഞ്ഞു. അതേപോലെ അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും അതിശക്തമായിട്ട് അതിനോട് പ്രതികരിക്കണ്ടേ? ഇവിടെ നേരത്തെ ഈ കൊല്ലത്തുണ്ടായിട്ടുള്ള പരവൂരുണ്ടായിട്ടുള്ള ഈ വെടിക്കെട്ട് അപകടം, അതിൽ പ്രധാനമന്ത്രി വന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം. പക്ഷേ അതിനെ എത്ര രാഷ്ട്രീയമായിട്ട് എത്ര ഗംഭീരമായിട്ടാണ് BJP ഉപയോഗിച്ചത്. പ്രധാനമന്ത്രി എല്ലാ ആളുകളുടെയും അടുത്ത് പോയിട്ട് പരിചരിക്കുന്ന ചിത്രങ്ങൾ നിറയെ വാട്സാപ്പിൽ വന്നു. അപ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം കാണാനാവാതെ പ്രധാനമന്ത്രി വന്നതിനെ പ്രകീർത്തിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തത്, ഇതിനെതിരെ ഇപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ അതിശക്തമായിട്ട് തങ്ങളുടെ കൂടി കാലിനടിയിലെ മണ്ണാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിശക്തമായിട്ട് പ്രതികരിക്കാൻ ഈ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ കഴിയുന്നില്ല. ഇതിൻ്റെ ഒരു പ്രശ്നമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത്, തിരിച്ചടി ഉണ്ടായിട്ടുള്ളതും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നം LDF വളരെ തന്ത്രപരമായിട്ട് ഉപയോഗിച്ചു. അവർക്ക് അനുകൂലമായിട്ട് കുറേ ന്യൂനപക്ഷ വോട്ടുകൾ പോയി. ഇത് ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചുകൂടാന്നില്ല. മറ്റൊന്ന്, ശ്രീ മോഹൻദാസ് പറഞ്ഞ കാര്യം, മോഹൻദാസ് ഇവിടെ അവരോട് ഇതേ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, മദ്യനയത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യം, കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ മോഹൻദാസിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞ് ഞങ്ങൾ ജയിക്കാനാണ്, ഭരിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നതാണ്. കേരളം ഭരിക്കാൻ പോകുന്ന പാർട്ടി, അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആണല്ലോ ഈ കുമ്മനം രാജശേഖരൻ. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ നിലപാട് ഈ കാര്യത്തിൽ പറയുന്നില്ല. തീർച്ചയായിട്ടും ആര് വന്ന് ഞാൻ പറയുന്നത് BJPയുടെ നിലപാട് ഈ കാര്യങ്ങളിലൊക്കെ, മദ്യനയം എന്താണ്, അക്കാര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ കൂടി പറയാനുള്ള ധാർമ്മികത അവർക്കുണ്ട്. യെസ്, ശ്രീ TG മോഹൻദാസ്, പെട്ടെന്ന് താങ്കൾക്ക് ഈ അവസരത്തിലെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ സംസ്ഥാന നേതാക്കളൊക്കെ ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ദിവസവും
മുഖ്യമായ നിങ്ങളുടെ നിലപാടുമായി രംഗത്തേക്ക് വന്നില്ല. രാഷ്ട്രീയ പോരാട്ടത്തിൽ വാക്പോരുകൾക്ക് വലിയ സ്ഥാനമുണ്ട് ഈ ക്യാമ്പയിൻ ഘട്ടത്തിൽ. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ഈ കാര്യമെല്ലാം കേന്ദ്രത്തിന് തീറെഴുതി കൊടുത്തു കഴിഞ്ഞോ? ഒന്നുകിൽ നരേന്ദ്രമോദി, അല്ലെങ്കിൽ അമിത്ഷാ, അതല്ലെങ്കിൽ രാജീവ് പ്രതാപ് റൂഡി, മറ്റ് കേന്ദ്രമന്ത്രിമാർ, അവരൊക്കെ വന്ന് വേണമോ ഇവിടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ? നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്ത് വിഷമമാണ് ഉള്ളത്? പെട്ടെന്ന് 30 സെക്കൻഡിലെങ്കിലും പറഞ്ഞാൽ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കൂടെ ഒന്ന് എത്തി നോക്കാം. അല്ല, അത് മൈക്ക് കട്ടായി പോയതുകൊണ്ടാണ് ലാൽ എനിക്ക് മുഴുമിപ്പിക്കാൻ പറ്റാഞ്ഞത്. ഞാൻ ആകെ ഇതേ പറയുന്നുള്ളൂ. മദ്യ പോളിസി ഒന്നും ഞങ്ങൾക്ക് വലിയ വിഷയമൊന്നുമില്ല. ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ഗുജറാത്തും ഉണ്ട്, ഒരു മദ്യനിരോധനം ഇല്ലാത്ത ഗോവയും ഉണ്ട്. ഞങ്ങൾക്കിത് രണ്ടും നടത്തിക്കൊണ്ടുപോകാൻ അറിയാം. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ലെന്നേ. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് സംശുദ്ധ രാഷ്ട്രീയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അല്ലാതെ മദ്യ പോളിസിയൊന്നും അല്ല വിഷയം. പോളിസിക്ക് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു, എന്താ നടപ്പാക്കാഞ്ഞത്? അതൊക്കെ പോട്ടെ. അപ്പോൾ മദ്യ പോളിസി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമൊന്നുമല്ല, ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അബ്കാരി ആക്ട് അനുസരിച്ച് ആണ്ടുതോറും അത് മാറുന്നതുമാണ്. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഇതൊരു മഹാകാര്യമൊന്നുമില്ല. ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നതല്ലേ, ഇപ്പോഴല്ലേ ഈ കോംപ്ലിക്കേഷനൊക്കെ. അത് ഈ വണ്ണപ്പൻഷിപ്പൊക്കെ ഉണ്ടായതല്ലേ. ഇപ്പൊ സജീവൻ കുറെ നേരമായിട്ട് ശ്രമിക്കുന്നു. പറയുന്നുമില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന്. നിങ്ങൾക്ക് എന്താ ഇത്ര വലിയൊരു അസഹിഷ്ണുത? ഞാൻ മൂലയ്ക്കിരിക്കുന്ന കോടാലി എടുത്ത് സ്വന്തം കാലിലിടണമെന്നാണ് നിങ്ങളുടെയും സജീവന്റെ ആഗ്രഹം. നടക്കാൻ പോകുന്നതല്ല. നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുക അസഹിഷ്ണുത ഡിബേറ്റ്. കാണാം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് നടന്നില്ല. അത് LDFനും UDFനും അറിയാം. അതുകൊണ്ടാണ് അവരതിൽ തൊടാത്തത്. അല്ലെങ്കിൽ എന്താ ഇപ്പൊ ദാദിയും സംഗതി ഒന്നും ഇല്ലാത്തത്? ഇപ്പൊ എല്ലാവർക്കും പോയി കനയ്യകുമാറിനെ കേരളത്തിൽ എഴുന്നേൽക്കാൻ പോയതാണ്, കാണുന്നില്ലല്ലോ. ഇതില് ഞാൻ ആദ്യം ഉന്നയിച്ച ഒരു പ്രശ്നത്തിന് ഇവർ രണ്ടാളുകളുണ്ട്. വികസനം എന്ന് പറയുന്നത് ഞങ്ങളുടെ വികസനം ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുണ്ട്. മാനവ വികസനമാണ്, സാമൂഹ്യ വികസനത്തിൽ അധിഷ്ഠിതമായ വികസനമാണ്. നാനാജാതി മതസ്ഥരായ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ തൊഴിലും ജീവിതവും വരുമാനവും സംരക്ഷിക്കുന്ന വികസനത്തിൻ്റെ ഭാഗമാണ്. അവരെ മുഴുവൻ ശവപ്പറമ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരുടെ ഉള്ള തൊഴിലും നഷ്ടപ്പെട്ട് തൊഴിൽ തേടി കിടക്കുന്നവന് തൊഴിലുമില്ല. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ 30 ലക്ഷം പേരായിരുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിരുന്ന അഭ്യസ്തരായ യുവതി യുവാക്കൾ. ഇപ്പോൾ 37,70,000 ഈ പടയിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് വികസനം വന്നിട്ടേ ഇരിക്കുകയെന്ന്. വികസനം ഈ തൊഴിലില്ലായ്മയുടെ വികസനമാണ്, പട്ടിണിയുടെ വികസനമാണ്, ദാരിദ്ര്യത്തിൻ്റെ വികസനമാണ്. അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതിരിക്കാൻ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനാണ്. എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ശ്രീ ശുക്കൂറിനും ടി ജി മോഹൻദാസിനും ഒക്കെ ഇതിനെ എന്തെങ്കിലും പ്രതികരിക്കണമെന്നുണ്ട് എന്നാണ് അവരുടെ ശരീരഭാഷയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സമയം സമ്മതിക്കുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ A. ഷുക്കൂർ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ TG മോഹൻദാസ്, ശ്രീ A. സജീവൻ. സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി K. ബാബു ഉൾപ്പെടെ 4 പേർക്കെതിരായ ഹർജി തൃശൂർ വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. K. ബാബുവിനൊപ്പം എക്സൈസ് കമ്മീഷണർ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ, വകുപ്പ് സെക്രട്ടറി എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് PD ജോസഫാണ് ഹർജി നൽകിയത്.